വയനാട് പ്രിയങ്ക ഗാന്ധി വിജയിക്കും എന്ന ശുഭപ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസിനുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ച് വയനാട്ടിലെ തെരഞ്ഞെടുപ്പിലേക്ക് വലിയ ശ്രദ്ധയൊന്നും കേന്ദ്രീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് നേടിക്കൊടുക്കണമെന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് അവരൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പയായി കാണുന്നത്. അങ്ങനെ രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ വോട്ട് പ്രിയങ്ക ഗാന്ധിക്ക് നേടിക്കൊടുത്തെങ്കിൽ മാത്രമേ പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിൽ ഒരു വിജയമുണ്ടായി എന്ന് കോൺഗ്രസിന് അവകാശപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. ഇനി പാലക്കാട്ടേക്ക് വരുമ്പോൾ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും സ്ഥാനാർത്ഥി എന്നതിൽ ഏകദേശ ധാരണയായെങ്കിൽ പോലും പാലക്കാട് ചില തർക്കങ്ങളൊക്കെ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അത് ഐ ഗ്രൂപ്പിലെ എ തങ്കപ്പൻ സ്ഥാനാർത്ഥിയാകണമെന്ന ആവശ്യം ഉന്നയിക്കുന്ന നിരവധി പേരുണ്ട്. അതല്ലാതെ മറ്റു ചില പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പേര് പറയുന്നവരുണ്ട്. അതിൽ വി ടി ബൽറാം അടക്കമുള്ളവരുടെ പേരുകളും ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ ചേലക്കരയിലെ സ്ഥിതി അങ്ങനെയല്ല. പാലക്കാട് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ്. സ്വാഭാവികമായും പാലക്കാട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇ ശ്രീധരനെ പോലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയല്ല ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് സ്ഥാനാർത്ഥിയായി എത്തുന്നത് എങ്കിൽ നിഷ്പ്രയാസം പാലക്കാടും വിജയിച്ചു പോകുവാൻ കഴിയുന്നതേ ഉള്ളൂ കോൺഗ്രസിന്. കൂടാതെ പാലക്കാട്ടെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തിന്റെ പ്രചരണ പരിപാടിക്ക് വേണ്ടി ഷാഫി പറമ്പിലും കളത്തിലിറങ്ങുകയാണ് എങ്കിൽ കോൺഗ്രസിന് കുറച്ചുകൂടി സമാധാനിക്കാം. വയനാടും പാലക്കാടും അത്യാവശ്യം സമാധാനിക്കുവാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നതെങ്കിൽ പോലും ചേലക്കരയിലെ വിഷയം അങ്ങനെയല്ല. ചേലക്കരയിൽ നടക്കുവാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. കാരണം ചേലക്കരയെ സംബന്ധിച്ച് ചേലക്കര പൂർണ്ണമായും ഒരു ഇടതുപക്ഷ കോട്ടയാണെന്ന് പറയുവാൻ സാധിക്കില്ല. 1965 കെ ബാലകൃഷ്ണനായിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി അന്ന് വിജയിച്ചത്. ആദ്യം കെ ബാലകൃഷ്ണൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വിജയിച്ചു വരുന്നു. കെ ബാലകൃഷ്ണനെ പി കുഞ്ഞൻ 1967 പരാജയപ്പെടുത്തുന്നു. പിന്നീട് അങ്ങോട്ട് അടുപ്പിച്ച് 1970-ലും 77-ലും 80-ലും കെ ബാലകൃഷ്ണൻ തന്നെയായിരുന്നു MLA ആയി അവിടെ നിന്ന് ജയിച്ചു വന്നത്. പിന്നീട് CK ചക്രപാണി, അതായത് ബാലകൃഷ്ണൻ 1965 പരാജയപ്പെടുത്തിയ CK ചക്രപാണി 1982 ചേലക്കര പിടിച്ചെടുക്കുന്നു. CPM-ന് അങ്ങനെ ചേലക്കര ലഭിക്കുന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ TK ശിവടുതലയാണ് പരാജയപ്പെടുത്തിയത്. 1987 കോൺഗ്രസ് വീണ്ടും ചേലക്കര പിടിക്കുന്നു. MA കുട്ടപ്പനാണ് അന്ന് MLA ആയത്. KV പുഷ്പയെ അന്ന് പരാജയപ്പെടുത്തുകയായിരുന്നു. പിന്നീട് 91 വീണ്ടും കോൺഗ്രസ് എം പി താമി 91 വീണ്ടും MP താമിയിലൂടെ കോൺഗ്രസ് വീണ്ടും അത് തിരിച്ചു പിടിക്കുന്നു. പക്ഷേ 1996 മുതൽ അത് ഇടത് കോട്ടയായി മാറുകയായിരുന്നു. അത് ഇടത് കോട്ടയായി മാറിയത് കെ രാധാകൃഷ്ണനിലൂടെയാണ്. 1996 കെ രാധാകൃഷ്ണൻ TA രാധാകൃഷ്ണനെ പരാജയപ്പെടുത്തുന്നു. 2001 കെ രാധാകൃഷ്ണൻ KA തുളസിയെ പരാജയപ്പെടുത്തുന്നു. 2006 കെ രാധാകൃഷ്ണൻ PC മണികണ്ഠനെ പരാജയപ്പെടുത്തുന്നു. 2011 കെ രാധാകൃഷ്ണൻ KB ശശികുമാറിനെ പരാജയപ്പെടുത്തുന്നു. 2016 കെ രാധാകൃഷ്ണനെ അവിടെ നിന്ന് മാറ്റി മറ്റൊരു സ്ഥാനാർത്ഥി ഇവിടെ പരീക്ഷിക്കുന്നു. അത് UR പ്രദീപാണ്. അതായത് 96-ന് ശേഷം കെ രാധാകൃഷ്ണൻ കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്ഥാനാർത്ഥിയായി 2016 വരുന്നത് UR പ്രദീപാണ്. UR പ്രദീപ് വളരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ. 2021 പിന്നെയും കെ രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥിയായി വിജയിച്ചു വന്നതിന് ശേഷമാണ് ആലത്തൂരിലെ സ്ഥാനാർത്ഥിയായി MP ആയി പാർലമെന്റിൽ വിജയിച്ചു പോയത്. അതായത് 96 തൊട്ട് ഇങ്ങോട്ട് പിന്നീട് പരാജയം അറിഞ്ഞിട്ടില്ലാത്തൊരു നേതാവായി കെ രാധാകൃഷ്ണൻ മാറുകയാണ്. ആ കെ രാധാകൃഷ്ണൻ ഇക്കുറി മത്സരിക്കാത്തത് കൊണ്ട് തന്നെ പ്രതീക്ഷയേറെയാണ് കോൺഗ്രസിന്. എന്നാൽ ഒരു SC സമുദായത്തിൽപ്പെട്ട സ്ഥാനാർത്ഥിയായി ആരെ മത്സരിപ്പിക്കുമെന്ന ചോദ്യം ശക്തമായി കോൺഗ്രസിനുള്ളിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്തുകൊണ്ട് ആലത്തൂരിൽ പരാജയപ്പെട്ടു പോയ രമ്യ ഹരിദാസിനെ ചേലക്കരയിൽ മത്സരിപ്പിച്ചുകൂടാ എന്നൊരു ചോദ്യം ഉയരാം. എന്നാൽ രമ്യ ഹരിദാസിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്ന നിരവധി പേർ കോൺഗ്രസിനുള്ളിൽ ഉണ്ടെങ്കിൽ പോലും രമ്യ ഹരിദാസിനെ മത്സരിപ്പിക്കുവാൻ കഴിയില്ല എന്ന പോസ്റ്ററുകളുമായി ചില കോൺഗ്രസ് നേതാക്കന്മാർ രംഗത്തെത്തിയിട്ടുണ്ട്. തൃശൂർ അടക്കമുള്ള ചില ഇടങ്ങളിൽ കോൺഗ്രസിലെ നേതാക്കന്മാർ തമ്മിലുള്ള പടലപ്പിണക്കത്തിൽ ചില വോട്ടുകൾ നഷ്ടപ്പെടുകയും തൃശൂരിൽ പരാജയപ്പെടുകയും ഒക്കെ ഉണ്ടായ സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണ്ട എന്ന തീരുമാനം കോൺഗ്രസ് എടുക്കുകയാണെങ്കിൽ രമ്യ ഹരിദാസ് ചേലക്കരയിലെ സ്ഥാനാർത്ഥിയാകില്ല. പകരം കോൺഗ്രസ് പിന്നീട് അവരെ ആരെ നിർത്തുമെന്ന ചോദ്യത്തിന് പ്രസക്തിയേറെയാണ്. അവിടെ മറ്റൊരു പേരായി ഉയർന്നു വരുന്നത് ശ്രീലാൽ ശ്രീധരന്റെ പേരാണ്. നിലവിലത്തെ യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് സെക്രട്ടറി ആയ ശ്രീലാൽ ശ്രീധരൻ KSUവിന്റെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. കോർപ്പറേഷൻ കൗൺസിലറായി ഇപ്പോൾ അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു. PhD ബിരുദധാരിയാണ്. അത്തരത്തിൽ വിദ്യാഭ്യാസപരമായും രാഷ്ട്രീയപരമായും ഒക്കെ മുൻനിരയിൽ തന്നെ സ്ഥാനാർത്ഥിയാകുവാൻ യോഗ്യനായ ഒരു നേതാവാണ് ശ്രീലാൽ ശ്രീധരൻ. അദ്ദേഹത്തെയും സ്ഥാനാർത്ഥിയാക്കണമെന്ന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് KSU അടക്കമുള്ള യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ മുൻനിരയിലുണ്ട്. കൂടാതെ KSUവിന്റെ
സംസ്ഥാന വൈസ് പ്രസിഡന്റായ അരുണിനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന ആവശ്യം KSU കോൺഗ്രസിനെ അറിയിക്കുകയും ചെയ്തു. ഈ സാഹചര്യം ഒക്കെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസിനോ KSUവിനോ ഒക്കെ സീറ്റ് പോകാനുള്ള സാധ്യതയും ചേലക്കരയിലുണ്ട്. അങ്ങനെയാണ് കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി പട്ടിക ചേലക്കരയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ഇപ്പോൾ ഉള്ളത്. ഇടതുപക്ഷത്തേക്ക് വരുമ്പോൾ ഇടതുപക്ഷത്തിൽ 2016 UR പ്രദീപ് നിലനിർത്തിയ ഇടതുപക്ഷ കോട്ടയായ ചേലക്കരയിൽ വീണ്ടും UR പ്രദീപിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാമെന്ന തീരുമാനമാണ് CPMനുള്ളത്. സ്വാഭാവികമായും 96 മുതൽ ഒരു ഇടതുപക്ഷ കോട്ടയായി അങ്ങനെ നിലനിൽക്കുന്ന ചേലക്കരയിൽ ഇക്കുറിയും ഇടതുപക്ഷത്തിന് തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചുള്ളത്. എന്നാൽ തിരിച്ചുപിടിക്കാമെന്ന പ്രത്യാശയും പുതിയ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് കൊണ്ട് തന്നെ ചെറുപ്പക്കാരെ രംഗത്തിറക്കുന്നതോടുകൂടി തന്നെ സ്വാഭാവികമായും കോൺഗ്രസിന് അനുകൂലമായ ഒരു തരംഗം ചേലക്കരയിൽ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടുണ്ട് എന്ന കണക്കുകൂട്ടലാണ് ചില കോൺഗ്രസ് നേതാക്കന്മാരുള്ളത്. അതുകൊണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ ശ്രീലാൽ ശ്രീധരനും അരുണിനും രമ്യ ഹരിദാസിനും ഒക്കെ ഇവിടെ സാധ്യതകൾ ഏറെയാണ്. ഇനി ഇടതുപക്ഷത്തിന് നമ്മൾ പറഞ്ഞു UR പ്രദീപിനാണ് നിലവിലത്തെ സാഹചര്യത്തിൽ സാധ്യത ഉള്ളത്. പിന്നീട് BJPയിലേക്ക് വരുമ്പോൾ BJPയിൽ കഴിഞ്ഞ കാലങ്ങളെക്കാൾ കൂടുതൽ വോട്ടുകൾ നേടി 1 ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകൾ ആലത്തൂരിൽ കരസ്ഥമാക്കിയ ആലത്തൂരിലെ MP സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഡോക്ടർ TN സരസുവിനെ ചേലക്കരയിലെ സ്ഥാനാർത്ഥിയാക്കുവാനുള്ള നീക്കുപോക്കുകളൊക്കെ BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. കൂടാതെ KPMSന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയായ KPMSന്റെ സംസ്ഥാന സെക്രട്ടറിയായ ലോചൻ അമ്പാട്ടിനെയും BJP സ്ഥാനാർത്ഥിയാക്കുവാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ BJPയുടെയും കോൺഗ്രസിന്റെയും CPMന്റെയും ഒക്കെ സ്ഥാനാർത്ഥികളെ പറ്റി ഏകദേശം ധാരണയായിട്ടുണ്ട്. 3 പാർട്ടികളും ചേലക്കര പിടിക്കുവാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും ഇടതുപക്ഷവും അതുപോലെ തന്നെ കോൺഗ്രസും തമ്മിലുള്ള പോരാട്ടമായിരിക്കും ചേലക്കരയിൽ നടക്കുവാൻ സാധ്യത ഏറെ. രാധാകൃഷ്ണൻ മത്സരിക്കാത്തത് കൊണ്ട് തന്നെ അവിടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം കോൺഗ്രസിനുള്ളിൽ നിന്ന് ഉയരുന്നുമുണ്ട്.